ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ കുട്ടിയുടെ കല്യാണത്തിന് ഞാൻ വരും. അവളെയും വരനെയും അനുഗ്രഹിക്കും. തന്റെ മകളുടെ വിവാഹ സദ്യ ഉണ്ടിട്ട് ഞാൻ മടങ്ങും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ അനന്തിന് മനസ്സിലായി കാണുമല്ലോ. സർ, എന്താടോ? ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. ആളാരാ? ആളകത്തുണ്ട്. അതിരാവിലെ ആനന്ദ് എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശേഖരവർമ്മയുണ്ടല്ലോ. എന്താണാവോ ഏട്ടനും അനിയനും കൂടി ഇറങ്ങിയത്? പറയാം, താനിരിക്ക്. പ്രകാശ, ചായ എടുക്ക്. ഇപ്പൊ എടുക്ക. അല്ല, വീട്ടുകാരും പുറത്തേക്ക് വരാറില്ലടോ? എന്നെ കാണാൻ വരുന്നതിൽ ഏറിയ പങ്കും രാഷ്ട്രീയ ഫ്രോഡുകളായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടുകാരെയും മക്കളെയും ഒന്നും ഈ ഏരിയയിലോട്ട് അടുപ്പിക്കാറില്ല. അതിരിക്കട്ടെ, എന്താ പ്രതാപ് വർമ്മയെ വിശേഷിച്ച്? പറയാം. പണ്ടൊരിക്കൽ വർമ്മ എന്റെ വീട്ടിലേക്ക് വന്നത് ഞാൻ ഓർക്കുന്നു. അത് എന്നേക്കുമായിട്ട് എന്നോട് നാട് വിട്ടു പോണമെന്ന് വാണിംഗ് തരാനായിരുന്നു. അന്ന് ഞാനൊരല്പം ബലഹീനനായിരുന്നു. അപ്പോ ഇന്ന് ബലവാനാണ് എന്നാണ് താൻ പറഞ്ഞു വരുന്നത്? അതിന് സംശയം എന്താ? ഇന്ന് ഞാൻ ശക്തൻ തന്നെയാ. ശക്തൻ തമ്പുരാനൊക്കെ തീപ്പെട്ടു പോയില്ലേ? ശക്തൻ തമ്പുരാൻ തീപ്പെട്ടു പോയി. പക്ഷേ ശക്തൻ അനന്തൻ ജീവിച്ചിരിക്കുക. എനിക്കിപ്പോ എന്ത് ഷോക്ക് തരാനാ വർമ്മയെ വന്നിരിക്കുന്നത്? വാർണിംഗും ഷോക്കൊന്നും തരാനല്ല ഞാൻ വന്നത്. അനന്തം ഭയപ്പെടണ്ട. ഭയോ? എനിക്കോ? ഭയം എന്ന വികാരം പോലും എനിക്കില്ല പ്രതാപ് വർമ്മയെ. താനൊരു അപൂർവ ജീവിയാണെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് സന്ധി, സമാധാനം, ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാ. കഴിഞ്ഞതെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാ. അതായത് എന്റെ മകളെ ജയിലിൽ കയറ്റിയതുവരെ. ഇതെല്ലാം ഞാൻ ക്ഷമിക്കുമ്പോ ഇങ്ങോട്ടും ഒരു വ്യവസ്ഥ വേണം. എന്റെ വഴികളിൽ ഒരു മുള്ളുപോലെ അനന്തം പിള്ള ഇനി വരരുത്. അതിന് ഞാൻ എന്താ നിനക്ക് പകരം തരേണ്ടത്? അത് ശരി. അപ്പോ എന്നോട് തോൽവി സമ്മതിക്കാനാണല്ലേ താൻ വന്നത്? ആര് തോൽക്കാൻ, ആര് ജയിക്കാൻ? പരസ്പരം മത്സരിച്ചവരും യുദ്ധം ചെയ്തവരും ഒടുവിൽ ഒരു പട്ടടയിൽ ഒടുങ്ങുവാനെന്താ? ഒടുങ്ങിയാലും ഒടുങ്ങിയില്ലെങ്കിലും എനിക്ക് കാണേണ്ടത് പ്രതാപവർമ്മയുടെ പരാജയമാണ്. നിങ്ങൾ അടിയറ വയ്ക്കുന്നത് എനിക്ക് കാണണം. അത് തന്നെ അതിമോഹം മാത്രമാണ് തമ്പിള്ളേ. ശരി, വേണ്ട. ഇയാളോട് ഞാൻ സംസാരിച്ചോളാം. ജയവും തോൽവിയൊക്കെ ആപേക്ഷികമല്ലേ അനന്ത? പണ്ട് ഞാനിവിടെ വന്നപ്പോ അനന്തിന് വളരെ പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ
അനന്തന്റെ കുടുംബവും അനന്തനോടൊപ്പം ഉണ്ടായിരുന്നു. ആ സന്തോഷകരമായ ജീവിതം അനന്തൻ അന്നേ ആസ്വദിച്ചിരുന്നെങ്കിൽ അന്നേ ജീവിത വിജയം നേടിയ ആളായി താൻ മാറുമായിരുന്നു. ഞാൻ നാട് വിട്ടുപോയത് തെറ്റാണെന്നാണോ വർമ്മ പറയുന്നത്? കടല് പോലെ സമ്പാദിച്ചു കൂട്ടി, മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്രയും ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് ഇതൊക്കെ എന്റെ പരാജയമാണോ? ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിജയം. സത്യം പറയാലോ, ഈ വിജയത്തിന് കാരണക്കാരൻ മിസ്റ്റർ വർമ്മ തന്നെയാണ്. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് തന്റെ തോൽവി കാണണം. എന്റെ മനസ്സിന് സന്തോഷം വേണമെങ്കിൽ എനിക്കത് വേണം. തന്റെ മനസ്സിന് സന്തോഷം കിട്ടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തനിക്ക് എന്റെ മന്ത്രി കസേരയാണോ വേണ്ടത്? പറഞ്ഞോ, ഞാൻ ഒഴിഞ്ഞു തരാം. പക്ഷേ താൻ എനിക്കൊരു ഉറപ്പ് തരണം. ആ സ്ഥാനം കാശുണ്ടാക്കാൻ വേണ്ടി ദുർവിനിയോഗം ചെയ്യില്ല എന്ന്. ആദർശ പ്രസംഗങ്ങളൊന്നും നടത്തല്ലേ എന്റെ വർമ്മേ. പേടിച്ച് തോറ്റ് തരാനാണ് താൻ വന്നതെങ്കിൽ അതങ്ങ് തുറന്ന് പറയ്. എന്റെയോ എന്റെ മകളുടെയോ ജീവിതത്തിലേക്ക് അനന്തം പിള്ള കടന്നു വരാതിരിക്കാൻ ഞാൻ എന്തും ത്യജിക്കാൻ തയ്യാറാണ്. എനിക്ക് ഒരേ ഒരു ശത്രുവേ ഉണ്ടായിട്ടുള്ളൂ, അത് താനാണ്. രമ്യതയിൽ പോകണമെന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഏതായാലും വർമ്മയും ശേഖരനും വന്നതല്ലേ, ചായ കുടിക്ക്. ചായ തൽക്കാലം വേണ്ട. ഈ സന്ധിക്കും അതുവഴി ഒരു സമാധാനത്തിനും അനന്തൻ തയ്യാറാണെങ്കിൽ ഞാനൊരു ഉറപ്പ് തരാം. തനിക്കും എന്റെ ഋതികയുടെ പ്രായമുള്ളൊരു മകളില്ലേ? ഉണ്ട്. അവള് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. ആ കുട്ടിയുടെ കല്യാണത്തിന് ഞാൻ വരും. അവളെയും വരനെയും അനുഗ്രഹിക്കും. തന്റെ മകളുടെ വിവാഹ സദ്യ ഉണ്ടിട്ട് ഞാൻ മടങ്ങും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ അനന്തന് മനസ്സിലായി കാണുമല്ലോ.